വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. മലപ്പുറം ജില്ലയ്ക്ക് അനുവദിച്ച പുതിയ KSRTC ബസ് നിലമ്പൂർ സബ് ഡിപ്പോയിൽ ആര്യടൻ ഷൗക്കത്ത് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതിയ ബസ് നിലവിൽ സർവീസ് നടത്തുന്ന നിലമ്പൂർ കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് ഓടുക. നമുക്ക് ഈ നിലമ്പൂരിലേക്ക് കഴിഞ്ഞ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട കുറേ റൂട്ടുകളുണ്ട്. അതിനെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും കൂടിയുള്ള നല്ല ശ്രമത്തിലാണ്. അതിൽ മന്ത്രി നമ്മളോട് വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് 3ാമത്തെ ബസ്സാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് രാത്രി 8:55 നിലമ്പൂരിൽ നിന്ന് പാലേങ്ങരയ്ക്ക് അന്ന് കോവിഡ് കാലത്ത് നിർത്തിവെച്ച ബസ് വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. ആ ബസ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് രാജറാണി എക്സ്പ്രസ്സിന് പോകേണ്ട ആളുകൾക്ക് അവരെ കൊണ്ടുപോകാനും തിരിച്ച് കോട്ടയം എക്സ്പ്രസ്സിൽ വരുന്ന ആളുകളെ കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു റൂട്ട് പ്ലാൻ ചെയ്ത് ഇന്നത് ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ, എൻ്റെ അഭിപ്രായം ഓണം കഴിയാൻ വല്ലാതെ കാത്തു നിൽക്കേണ്ട. നമുക്ക് മെമു വന്നു കഴിഞ്ഞാൽ, മെമു വരുമ്പോൾ നമുക്ക് 10:05 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബസ്സില്ല. ഒരു 10:15 പുറപ്പെടാൻ കഴിയുന്ന വഴിക്കടവ്, എടക്കര, ചുങ്കത്ര എടക്കര വഴിക്കടവ്, മരുതിയിൽ ഹോൾട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ മരുതിയിൽ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാശും കൊടുക്കാതെ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ 6 നിലമ്പൂർ ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച് കാളികാവ്, കരുവാരുകുണ്ട്, പെരിന്തൽമണ്ണ, തൃശൂർ, പാല, ഈരാറ്റുപേട്ട വഴി കാഞ്ഞിരപ്പള്ളിയിൽ 2:15 വൈകുന്നേരം 3:45 നിലമ്പൂരിലേക്ക് തിരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. DTO ജോഷി ജോൺ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്കറിയാക്ന തോപ്പിൽ, കൌൺസിലർ P ഗോപാലകൃഷ്ണൻ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ T റിനിൽ രാജ്, സൂപ്രണ്ട് T അനിത, ഷംസു ബേട്ടേക്കോടൻ, P അഷഫ്, T ജമാലുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.